السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദി وحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. يا أيها الذين آمنوا സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഔഫൂ ബിൽ ഉഖൂദ്, കരാറുകളിൽ നിങ്ങൾ വഫാ കാണിക്കുക, അഥവാ കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുക. വഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം, നിങ്ങൾക്ക് ബഹീമത്തുൽ അൻആം അനുവദനീയമാക്കിയിട്ടുണ്ട്, കന്നുകാലികൾ, അതിൻ്റെ മാംസം എന്ന നിലക്ക്. ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്കിനി പാരായണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഒഴികെ. അതായത് സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്താണിത്. തുടർന്നുള്ള 3-4 ആയത്തുകളിൽ 3-ാമത്തെ ആയത്തിൽ എന്തെല്ലാമാണ് വിരോധിച്ചിട്ടുള്ളത്, ബഹീമത്തുൽ അൻആമിൽ എന്ന് പുറമേയുള്ള എന്തെല്ലാം നാൽക്കാലികളാണ് വിരോധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ പെട്ട ഏതൊക്കെ തരത്തിലുള്ളത്. ഗൈറ മുഹില്ലി സ്വൈദി വഅൻതും ഹുറും, അതുപോലെ നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന, ഹജ്ജിനോ ഉംറക്കോ എല്ലാം വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ആ സമയങ്ങളിൽ നിങ്ങൾ വേട്ടയാടരുത്, ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടരുത്. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ വിധിക്കുന്നു. ഇതിൽ പ്രധാനമായും 2-3 കാര്യങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഔഫൂ ബിൽ ഉഖൂദ്, കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. ഈമാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ് കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. പലതരത്തിലുള്ള കരാറുകളുണ്ട്, ഉഖൂദുകളുണ്ട്, അഖദുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഒരു അടിമക്കുള്ള അഖദാണ്. അടിമയും ഉടമയും തമ്മിലുള്ള അഖദ്, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക, വിരോധനങ്ങൾ ഒഴിവാക്കുക, ആ കൽപ്പനകളിൽ കുറവ് വരാതെ ആ ഹക്കുകൾ പാലിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കരാറുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഒരടിമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ളത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റുക എന്നുള്ളത്. ആ കരാറുകളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു അടിമയും അവന്റെ മാതാപിതാക്കളും കുടുംബക്കാരും തമ്മിലുള്ള കരാറുകളുണ്ട്, അഥവാ കടമകളുണ്ട്. എന്താണ്? അവരുമായിട്ട് ബന്ധം നിലനിർത്തുക, അവരോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഒരു മനുഷ്യൻ അവന്റെ ചുറ്റുമുള്ള അവന്റെ സുഹൃത്തുക്കളോട്, അതുപോലെയുള്ള ആളുകളോടുള്ള കരാറുകളുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ അവൻ കച്ചവടമോ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളോ അല്ലെങ്കിൽ മുആമലാത്തുകളെല്ലാം ഇടപെടുമ്പോൾ അതിൽ കരാറുകൾ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം സൃഷ്ടികളുമായിട്ടുള്ളതും സൃഷ്ടാവുമായിട്ടുള്ളതും ദീനിയായിട്ടുള്ളതും ഭൗതികമായിട്ടും എന്തെല്ലാം കരാറുകളിൽ ഒരു മുഅ്മിൻ ഇടപെടുന്നുണ്ടോ ആ കരാറുകളെല്ലാം പൂർത്തീകരിക്കണം. വഫാ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക എന്നാണ്. അതിനോട് കൂറു പുലർത്തി അതിനെ പൂർത്തീകരിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ചിട്ട് നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കണം എന്ന് പറയാനുള്ള കാരണം. ശേഷം പറയുന്ന അടുത്ത വിഷയം ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം, നിങ്ങൾക്ക് നാൽക്കാലികൾ, കന്നുകാലികൾ, അതിൽ ബഹീമത്തുൽ അൻആമിൽ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുന്നത് ഒട്ടകം, ആട്, മാട് എന്നീ വർഗ്ഗങ്ങളാണ്. ചില പണ്ഡിതന്മാർ അതിൽ വന്യമൃഗങ്ങളായിട്ട് മാംസത്തിന് ഉപയോഗിക്കുന്ന മാന് അല്ലെങ്കിൽ കാട്ടുകഴുത ഇതെല്ലാം ഉൾപ്പെടുമെന്ന രീതിയിലും പറഞ്ഞത് കാണാം. അഥവാ നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി നമുക്ക് അനുവദനീയമായിട്ടുള്ള ആ മൃഗങ്ങൾ അത് നിങ്ങൾക്ക് അനുവദനീയമാണ്, ബഹീമത്തുൽ അൻആം അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് പാരായണം ചെയ്യപ്പെടുന്നതൊഴികെ എന്ന് പറയാണ്. അപ്പൊ എന്തെല്ലാം മൃഗങ്ങളാണ് അല്ലെങ്കിൽ മാംസങ്ങളാണ് ബഹീമത്തുൽ അൻആമിൽ പെട്ടതാണെങ്കിലും അതല്ലാതെയാണെങ്കിലും നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കിനി പാരായണം ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സൂറത്തുൽ മാഇദയിൽ തന്നെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്തെല്ലാം മാംസങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വിരോധിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ആയത്തൂടെയും പറയാണ് ഹുരിമത്ത് അലൈക്കും അൽ മൈതതു, നിങ്ങൾക്ക് ശവം ഹറാമാണ്, ശവം ഭക്ഷിക്കാൻ പാടില്ല. വദ്ദമു, അതുപോലെ തന്നെ രക്തം. വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം എന്നുള്ളത് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. വമാ ഉഹില്ല ലിഗൈരില്ല, ഈ ശവത്തിൽ ഹദീസുകളിൽ ഒഴിവായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ വെട്ടുകിളി, ജറാദ്, അതുപോലെ മത്സ്യം, അത് ശവം ഭക്ഷിക്കാവുന്നതാണ്. അതുപോലെ ദമ് എന്നുള്ള രക്തം എന്നുള്ളതിൽ അനുവദിക്കപ്പെട്ടതാണ് കിബ്ദ്, ലിവർ, അതുപോലെ സ്പ്ലീൻ എന്ന് മലയാളിക്ക് അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹുവിന് പുറമെ ഉള്ളവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് എല്ലാം കഴിക്കാൻ പാടില്ല, ഹറാമാണ്. വൽ മുൻഖനിഖതു, മുൻഖനിഖത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിച്ചെത്തത്. വൽ മൗഖൂദതു, മൗഖൂദത്ത് എന്നാൽ അടിച്ചു വന്നത്. ഒട്ടകാണെങ്കിലും ആടാണെങ്കിലും മാടാണെങ്കിലും ഈ ഇനത്തിലാണ് അത് ചാവുന്നതെങ്കിൽ ഭക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൽ മുതറദ്ദിയതു, വീണ് ചത്തത്. വൻ നസീഹതു, അതുപോലെ തന്നെ കുത്തേറ്റ് ചത്തത്. വമാ അക്കല സബു ഇല്ലാ മാ ദക്കൈതും, അതുപോലെ തന്നെ വല്ല വന്യമൃഗങ്ങളും ഭക്ഷിച്ചത്, അതിനു മുമ്പേ നിങ്ങൾ അറുത്തിട്ടില്ല എങ്കിൽ എന്താണ് അതും അങ്ങനെ ചാവുന്നതും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതിൽ എന്താണ് ഹറാമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇതിനു പുറമെ ഹദീസുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഭക്ഷിക്കാൻ യോഗ്യമായത് അല്ലാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊഴികെയുള്ള ബഹീമത്തുൽ അൻആം എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒട്ടകം, ആട്, മാട്, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പിന്നെ വന്യമൃഗങ്ങളിൽ പെട്ടതായി കൂട്ടുന്ന മാന്, അതുപോലെ കാട്ടുകഴുത, ഇതെല്ലാം നിങ്ങൾക്ക് ഭക്ഷണയോഗ്യമാണ് എന്ന് പറഞ്ഞു. ഗൈറ മുഹില്ലി സ്വൈദി വഅൻതും ഹുറും, അടുത്ത കാര്യം പറയുന്നത് നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് വേട്ടയാടാൻ പാടില്ല എന്നുള്ളതാണ്. ഇഹ്റാമിലായിരിക്കുമ്പോൾ ഒരാൾ ഹജ്ജിന് വേണ്ടിയിട്ടോ ഉംറയ്ക്ക് വേണ്ടിയിട്ടോ ഇഹ്റാമിൽ പ്രവേശിക്കും, ഓരോ മിഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും. അവൻ അതിൽ നിന്ന് തഹല്ലുലാകുന്നത് വരെ അവൻ ഇഹ്റാമിലാണ്. ആ ഇഹ്റാമിൽ ബാക്കിയുള്ള ആളുകൾക്ക് അനുവദനീയമായ ചില കാര്യങ്ങൾ പാടില്ല. ഇപ്പോ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തല മറക്കാനും തലയും അതുപോലെ തന്നെ കാലുകളും മറക്കുന്ന ആ രീതിയിലുള്ള പറ്റില്ല. സോക്സ് പോലെ അത് പാടില്ല. അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ വിവാഹം കഴിക്കാൻ പാടില്ല, അന്വേഷിക്കാൻ പാടില്ല, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വേട്ടയാടാൻ പാടില്ല എന്നുള്ളത്. ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടാൻ പാടില്ല എന്ന് അല്ലാഹു തആല ഇതിൽ പറയാണ്. എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. അപ്പോ അള്ളാഹുവാണ് ഹക്കം, വിധി കൽപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ അവനറിയാം എന്താണ് അതിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഏതാണ് ഒരു മനുഷ്യന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏതാണ് യോഗ്യമായിട്ടുള്ളത് എന്നീ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ വിധി കൽപ്പിക്കുന്നു എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കരാറുകൾ പൂർത്തീകരിക്കണമെന്നുള്ളതും മാംസങ്ങളിൽ ബഹീമത്തുൽ അൻആമാണ് അനുവദനീയമായിട്ടുള്ളത്, അതല്ലാതെ വിരോധിക്കപ്പെട്ടത് സൂറത്തുൽ മാഇദയിലെ തന്നെ 3-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഭക്ഷണയോഗ്യമല്ലാത്തത് എന്നുള്ളത്. അതുപോലെ ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടരുത് എന്നുള്ളതുമാണ്. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആയത്ത് തൊട്ടടുത്ത ആയത്ത് തന്നെയാണ് സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ അവമതിക്കുന്ന, അതിനൊരു മതിപ്പ് കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിഹ്നങ്ങളുണ്ട്. ഇപ്പൊ കഅബ അത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളും സമയങ്ങളും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളായിട്ട് അറിയപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അള്ളാഹു തഅലീം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ചിഹ്നങ്ങളെ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി എടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ അതിനെ ഒരു അനാദരവ് കാണിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. എന്നിട്ട് പറയാണ് എന്തെല്ലാമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. വലശ്ശഹ്റൽ ഹറാം, ഹുർമത്തുള്ള മാസങ്ങൾ എന്ന് പറയുന്ന 4 മാസങ്ങൾ, പവിത്രമായ 4 മാസങ്ങൾ, ആ മാസങ്ങൾക്കൊരു ആദരവുണ്ട്. അത് നിങ്ങൾ കണക്കാക്കണം. അവിടെ സ്വന്തം നഫ്സിനോട് മറ്റുള്ള മാസങ്ങളെക്കാൾ സൂക്ഷ്മത പാലിക്കേണ്ട, ഒൽമ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള, യുദ്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള മാസമാണ്. ഏതൊക്കെയാണ് 4 മാസങ്ങൾ? റജബ്,
ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 4 മാസങ്ങൾ. അതുപോലെ വലൽ ഹദിയ, ഹജ്ജുമായി ബന്ധപ്പെട്ട് അറമിനായി കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളോ ആടുകളോ അതുപോലെയുള്ളത്. വലൽ ഖലാഇദ്, ഖലാഇദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറവിന് കൊണ്ടുപോകുന്ന അള്ളാഹുവിന് വേണ്ടി ഇപ്പൊ ഹജ്ജിന് വേണ്ടി അറക്കുന്ന മൃഗങ്ങളെ തന്നെയാണ്. എന്നാൽ പ്രത്യേകമായി അതിന്റെ കഴുത്തിൽ ഇത് ഇന്നതിനുള്ളതാണ് എന്നുള്ള അടയാളമായി എന്തെങ്കിലും ഒരു കാര്യം വെക്കുന്നതിനാണ് ഖലാഇദ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം പരിഗണിക്കപ്പെടാനാണ്. അങ്ങനെയുള്ളതിനോടൊന്നും ഒരു അനാദരവ് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള ഈ അള്ളാഹുവിന് വേണ്ടി അറുക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ കട്ടെടുക്കുകയോ അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട തീരയിൽ പരിഗണിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ വല ആമീനൽ ബൈത്തുൽ ഹറാം, ബൈത്തുൽ ഹറാം കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്ന ആളുകൾ, ഹജ്ജിനോ ഉംറക്കോ വരുന്ന ആളുകൾ, യബ്തഗൂന ഫദ്ലൻ മിൻ റബ്ബിഹിം വരിദ്വാന, അവർ അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പോ ഹറം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങ് ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ, അതുപോലെ തന്നെ വല്ല കച്ചവട ആവശ്യാർത്ഥം പോകുന്നവരാവട്ടെ, വല്ല ജോലി ആവശ്യാർത്ഥം പോകുന്നവരാകട്ടെ, അവരെല്ലാം അള്ളാഹുവിന്റെ ആ ഒരു ഭവനം ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നവരാണ്. അവർ ബുയൂഫുർ റഹ്മാനാണ്, അള്ളാഹുവിന്റെ അതിഥികളാണ്. അവരെ ഇങ്ങനെ അവമതിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു വഇദാ ഹലൽതും ഫസ്താദു, നിങ്ങൾ തഹല്ലുലായി കഴിഞ്ഞാൽ, ഇഹ്റാമിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ, ഇപ്പൊ ഉംറ നിർവഹിക്കുന്ന ഒരാൾ ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് തല മുണ്ടനം ചെയ്തു കഴിഞ്ഞ് അതിന് തഹല്ലുലായി കഴിഞ്ഞാൽ ഫസ്താദു, നിങ്ങൾ പിന്നെ വേട്ടയാടാം. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് എന്താണ്? ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വേട്ടയാടരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞ് തഹല്ലുലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൃഗങ്ങളെ വേട്ടയാടാവുന്നതാണ് എന്ന് പറഞ്ഞു. അടുത്ത വേറൊരു കാര്യം പറയുന്നത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദൂ, നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞതിന്റെ പേരിൽ ഒരു ഖൗമിനോട് അനീതി ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു വന്ന സന്ദർഭത്തിൽ ഹുദൈബിയയിൽ വെച്ച് മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് തടഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രവേശിക്കാൻ സമ്മതിക്കില്ല എന്ന നിലയ്ക്ക് തടയുകയും അവിടെ വെച്ച് അവർ തല മുണ്ടനം ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്ത സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുശ്രിക്കീങ്ങളോട് ഉംറ ചെയ്യാൻ അവർ വിസമ്മതിച്ചതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു വിദ്വേഷം, ഒരു അമർച്ച ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും ആ ആളുകളോട് അനീതി ചെയ്യുന്ന, അവർക്ക് അർഹമല്ലാത്ത രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന, തിരിച്ച് അനീതി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീതിപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ്. അപ്പോ ഈ ഒരു കാര്യം അവർ ചെയ്തു, അങ്ങനെ ചെയ്തവരാണ് എന്ന നിലക്ക് പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് അവരോട് അനീതി കാണിക്കുന്ന ഒരവസ്ഥ നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് ചതിച്ചു, അതിന്റെ പേരിൽ തിരിച്ചു ചതിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരാൾ ഇങ്ങോട്ട് കളവ് എന്തോ ചെയ്തു, അപ്പൊ തിരിച്ച് അങ്ങോട്ടും കളവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നീതിപൂർവമാണ് ഇസ്ലാമിൽ ഏത് കാര്യവും ഉള്ളത്. അപ്പൊ ആ ഒരു അമർഷ്യത്തിന്റെ പേരിൽ അവരോട് അക്രമം ചെയ്യുന്ന, അനീതി കാണിക്കുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത് എന്നും പറഞ്ഞു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യം, ബിർറ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നന്മയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബിർറ് എന്നുള്ള പദത്തിനകത്ത് വരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലും തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളിലും തആവനു, പരസ്പരം നിങ്ങൾ സഹായിക്കുക. മുസ്ലിമീങ്ങൾ പരസ്പരം സഹായിക്കേണ്ട മേഖലയിലാണ് പുണ്യം ചെയ്യാൻ. ഒരാൾക്ക് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അതിനുവേണ്ടി പറ്റുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണോ മുസ്ലിമീങ്ങൾക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുക, സമ്പത്ത് കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരിച്ചിട്ടാണോ, എന്ത് മുഖേനയാണോ നന്മയ്ക്ക് വേണ്ടി പരസ്പരം സഹകരിക്കാൻ സാധിക്കുക, ആ വിഷയത്തിൽ നമ്മൾ സഹകരിക്കണം. ഇപ്പൊ പ്രധാനമായും ദഅവത്തിന്റെ മേഖലകളിലൊക്കെ പറയുന്നത് എന്താ? ദഅവത്ത് ഏറ്റവും വലിയ ബിർറാണ്. ആ ദഅവത്തിന്റെ മേഖലയിൽ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ സഹകരിക്കണം. നമുക്ക് സമ്പത്താണുള്ളതെങ്കിൽ അത് ചെലവഴിക്കണം, നമുക്ക് ആരോഗ്യമാണുള്ളതെങ്കിൽ അത് ചെലവഴിക്കണം, നമുക്ക് അറിവാണുള്ളത് എങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള വഴി ഉപയോഗിക്കണം, എഴുതാനാണ് കഴിവുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കണം, ആളുകളെ ക്ഷണിക്കാനാണ് കഴിവെങ്കിൽ അത് ഉപയോഗിക്കണം. അങ്ങനെ ഏതൊരു നന്മയ്ക്കും പരസ്പരം സഹായിക്കുന്ന അവസ്ഥയിലായിരിക്കണം മുസ്ലിമീങ്ങൾ ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ തൊട്ടടുത്ത ആയത്തിൽ അതിനെതിരായിട്ടുള്ളത് ഉണ്ടാകരുതെന്നും പറയാം. എന്താണ്? വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ശത്രുതയോ പകയോ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്.
ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി ഒരു വഴി ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിന് സഹായമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്മയ്ക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. നന്മയായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾക്ക് പള്ളിയിൽ പോകാൻ വണ്ടിയില്ല, അപ്പം നമ്മുടെ കയ്യിൽ വാഹനം ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുപോയിക്കോ, അത് നന്മക്കുള്ള ഒരു സഹായമാണ്. എന്നാൽ അയാളൊരു എന്തെങ്കിലും ഒരു ഹറാമിലേക്ക് പോവാണ്, അയാൾ ഒരു സിനിമ കാണാൻ പോവുക വിചാരിക്കുക, അപ്പോൾ അവന് വണ്ടിയില്ല, അപ്പോൾ വണ്ടി കൊടുക്കുക, അങ്ങനെ സഹായിക്കുക, അത് വേണ്ട. നന്മയിലാണ് പരസ്പരം സഹായിക്കേണ്ടതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. തിന്മയുടെ വിഷയങ്ങളിൽ, അതുപോലെയുള്ള ശത്രുത ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ, പകയുണ്ടാക്കുന്ന വിഷയങ്ങളിലൊന്നും പരസ്പരം സഹായിക്കരുത് എന്ന് അല്ലാഹു തആല പറയാം. എന്നിട്ട് അല്ലാഹു തആല ഓർമ്മിപ്പിച്ചു, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അപ്പൊ ഏതൊരു കാര്യം പറയുമ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ കാര്യം ഗൗരവത്തിൽ എടുത്ത് പരിഗണിച്ച് മനസ്സിലാക്കണം എന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, അതിൽ വിരോധിച്ചിട്ടുള്ള ഒഴിവാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചത് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണം എന്നുള്ളത് അള്ളാഹു തആല ഇതിലൂടെ ഓർമ്മപ്പെടുത്താണ്. അപ്പൊ ഒന്നാമത്തേത് പറഞ്ഞത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, ദീനിന്റെ ചിഹ്നങ്ങളെ അവമതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിനൊരു വില കുറഞ്ഞു കാണുന്ന ഏത് കാര്യം, ഇപ്പൊ ഖുർആനാവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളാവട്ടെ, അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുള്ള സമയമാവട്ടെ, അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാവട്ടെ, അള്ളാഹുവിന് വേണ്ടി അറിവ് നടക്കുന്ന ഇതുപോലെ ഹദീകൾ, അറിവ് മൃഗങ്ങളാവട്ടെ, അള്ളാഹു പവിത്രമാക്കിയിട്ട മാസമാവട്ടെ, അതിനൊന്നും അവമതിക്കുന്ന, അനാദരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ തഹല്ലുലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേട്ടയാടാമെന്ന് പറഞ്ഞു. അതുപോലെ ഹറമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞതിന്റെ പേരിൽ അവരോട്, ഒരാൾ നമ്മളോട് എന്ത് ചെയ്താലും അത് തിരിച്ച് അക്രമം അവരോട് ചെയ്യുന്ന, അനീതി കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒരാൾ നമ്മൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു, അതിന്റെ പേരിൽ തിരിച്ച് അതിനപ്പുറത്തേക്ക് അവനോട് അവൻ അങ്ങനെ ചെയ്തവനാണ് എന്ന നിലയ്ക്ക് അനീതി കാണിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അവസാനം പറഞ്ഞത് നന്മയിൽ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും വേണം, തിന്മയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ആയത്ത് വരുന്നത് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വുദൂഇന്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്താണ്. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്. നമുക്കറിയാം, നിസ്കാരം സഹിഹ ആവണമെങ്കിൽ, നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് വുദൂ ഉണ്ടായിരിക്കണം എന്നുള്ളത്, ഷർത്താണ് നിസ്കാരത്തിന്റെ. അപ്പൊ ആ വുദൂഇന്റെ രൂപം എന്താണ്, അതിൽ നിർബന്ധമായിട്ടും കഴുകിയിരിക്കേണ്ട അവയവങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ രീതിയിലാണ് കഴുകേണ്ടത് എന്നെല്ലാം കാര്യങ്ങൾ പറയുകയും, ഇനി വുദൂ എടുക്കാൻ വെള്ളം ലഭിച്ചില്ല എങ്കിൽ തയമ്മും അനുവദനീയമാണ് എന്നറിയിക്കുകയും ചെയ്യുന്ന ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തെ പഠിപ്പിക്കുന്ന ആയത്താണ് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്. ആയത്ത് വായിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാൻ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക, അതുപോലെ കൈമുട്ടുൾപ്പെടെ കൈകൾ കഴുകുക. വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവുക. വഅർജുലക്കും, നിങ്ങളുടെ കാലുകൾ കഴുകുക. ഇലൽ കഅബൈൻ, ഞെരിയാണി ഉൾപ്പെടെ. വഇൻ കുൻതും ജുനുബൻ, നിങ്ങൾ ജനാബത്തുകാരനായി എന്ന് വെക്കുക. ഫത്തഹറു, നിങ്ങൾ ശുദ്ധിയാകണം. വഇൻ കുൻതും മർളാ, ഇനി രോഗിയാണ് എങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രക്കാരനാണ്, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത്, അല്ലെങ്കിൽ കാഷ്ടിച്ചതിന് ശേഷം നിങ്ങൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അവസ്ഥ. ഫലം തജിദൂ മാഅ, എന്നിട്ട് ശുദ്ധിയാവാൻ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല, വെള്ളം കണ്ടെത്തിയില്ല എങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബാ, ത്വയ്യിബായിട്ടുള്ള ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് നിങ്ങൾ തയമ്മും ചെയ്തു കൊള്ളുക. ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീകും മിൻഹു, നിങ്ങൾ അത് ആ മണ്ണ് കൊണ്ട് മുഖം തടവുകയും നിങ്ങൾ കൈകൾ തടവുകയും ചെയ്യുക. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുത്വഹിറക്കും വലിയുത്തിമ്മ നിഅമതഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങൾക്കുള്ള നിഅമത്ത് പൂർത്തീകരിക്കാനുമാണ്. നിഅമതഹു അലൈക്കും ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി എന്നാണ് ഈ ആയത്തിന്റെ ആശയം. ഈ ആയത്തിൽ നിന്ന് ധാരാളം അഹ്കാമുകൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇമാം സഅദി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ
ഇതിന് ലഭിക്കുന്ന ഫായിദകളായി അഹ്കാമുകളായി കൊണ്ട് 51 കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. അത് ചുരുങ്ങിയ രൂപത്തിൽ അതിലോരോന്ന് പറയാം. ഒന്നാമത്തേത്, ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മുഅ്മിനീങ്ങളെ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒരാളുടെ അമലുകൾ ശരിയാകാൻ, ഈമാനിനെ നിർബന്ധമാക്കുന്ന ആ കർമ്മങ്ങൾ ശരിയാവാൻ അവൻ അനുസരിക്കേണ്ട, പാലിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് പറയാനുള്ള കാരണം എന്ന് അദ്ദേഹം പറയുകയാണ്. രണ്ടാമത്തേത്, നിസ്കാരത്തിന് വേണ്ടിയുള്ള കൽപ്പന ഈ ആയത്തിലുണ്ട്. ഇദാ ഖുംതും ഇലസ്സലാത്ത് എന്നുള്ളത് നിസ്കരിക്കാനുള്ള കൽപ്പന കൂടിയാണ്. മൂന്നാമത്തേത്, അൽ അംറു ബിന്നിയ്യതി ലിസ്സലാ, നിസ്കാരത്തിന് നിയ്യത്തുണ്ടായിരിക്കണം. ഇവിടെ ഇദാ ഖുംതും ഇലസ്സലാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്നുള്ളതാണ്. അപ്പൊ നിസ്കാരത്തിന്റെ നിയ്യത്തിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. നാലാമത്തേത്, ഇശ്തിറാത്തു ത്വഹാറത്തി ലിസ്സിഹത്തി സ്വലാ, നിസ്കാരം ശരിയാവണമെങ്കിൽ വുളു ഉണ്ടായിരിക്കണം, ത്വഹാറത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അഞ്ചാമത്തേത്, ഒരാൾ ത്വഹാറത്ത് ഉണ്ടാകാൻ നിസ്കാരത്തിന്റെ സമയമാവുകയല്ല വേണ്ടത്, നിസ്കരിക്കാൻ അവൻ ഉദ്ദേശിക്കുകയാണ് വേണ്ടത്. ഇപ്പോ ളുഹറിന്റെ സമയമായി എന്നുള്ളത് കൊണ്ട് അവൻ ത്വഹാറത്തായിരിക്കണം, വുളു എടുത്തിരിക്കണം നിർബന്ധമില്ല, നിസ്കരിക്കാനാണ് വുളു ഉണ്ടാകേണ്ടത് എന്നുള്ളത്. ആറാമത്തേത് വരുന്നത്, നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫർളും നഫ്ലും ഉൾപ്പെട്ടു. ഫർള് കിഫായ ആയിട്ടുള്ള സ്വലാത്തുൽ ജനാസയാവട്ടെ, അല്ലാത്ത നിസ്കാരങ്ങളാവട്ടെ, അതുപോലെ ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം തിലാവത്തിന്റെയോ ശുക്രിന്റെയോ സുജൂദാവട്ടെ, ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം ഷർത്തായിട്ട് ത്വഹാറത്ത് ഉണ്ടായിരിക്കണം എന്ന് ഈ ആയത്തിൽ നിന്നുള്ള ഒരു ഫായിദയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിൽ ഫായിദ അൽ-അംറു ബിഗുസ്ലിൽ വജ്ഹ്, മുഖം കഴുകണം എന്നുള്ളത്. മുഖം കഴുകണം, മുഖത്തിന്റെ പരിധി നമുക്കറിയാം. ഈ നെറ്റിയുടെ ഈ മുകളിലെ മുടി ഉണ്ടാകുന്നതിന്റെ ആരംഭം മുതൽ താഴെ വരെയും 2 ചെവിയുടെ ഈ ഭാഗത്തും ആ മുഖം കഴുകുന്നതിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ് അൽ മൽമളതു വൽ ഇസ്തിൻഷാഖ്, വായ കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ആ മുഖത്തിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ താടി ഉണ്ടെങ്കിൽ താടി തൊലി കാണുന്ന അവസ്ഥകളിലാണെങ്കിൽ അത് ചിക്ക കെട്ടി കഴുകണം എന്നുള്ളതും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നും മുഖം കഴുകുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 8ാമത്തെ കാര്യം പറയുന്നത് 2 കൈകൾ കഴുകുക എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. വുളുവുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നുള്ളത് ഇതിൽ വന്നിട്ടുണ്ട്. 9ാമത്തേത്, തല തടവുക എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുപോലെ തല തടവേണ്ടത് തലയുടെ മുഴുവൻ ഭാഗം തടവണം. ഒരിക്കലും ഒരു ചെറിയ ഭാഗം തടകിയാൽ മതി എന്നല്ല ഈ ആയത്തിൽ, മുഴുവൻ ഭാഗം തടവണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി തലയുടെ മുഴുവൻ ഭാഗം തുടക്കം മുതൽ അവസാനം വരെ 1 കൈ കൊണ്ടോ 2 കൈ കൊണ്ടോ തടവണം എന്നുള്ളത് ഈ ആയത്തിൽ മനസ്സിലാക്കാം. സുന്നത്തിൽ 2 കൈ കൊണ്ട് തടവിയതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. ആ രൂപം മനസ്സിലാക്കാം. പിന്നെ 12ാമത്തെ വിഷയം പറയുന്നത് തടവലാണ് നിർബന്ധമായിട്ടുള്ളത്. തല കഴുകുക എന്നല്ല ഇവിടെ ഉദ്ദേശം, തടവിയാലാണ് അള്ളാഹുവിന്റെ ഈ കൽപ്പന പൂർത്തിയാവുക. തല തടവുകയാണ് വേണ്ടത്, തല കഴുകിയാൽ മാത്രം അല്ല, തല തടവലാണ് ഇവിടെ ഉദ്ദേശം എന്ന് ഈ ആയത്ത് മനസ്സിലാക്കാം എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാം. അതുപോലെ തന്നെ കാലുകൾ ഞെരിയാനുകൾ ഉൾപ്പെടെ കഴുകണം എന്നുള്ളത് ഇതിൽ നിന്ന് ലഭിക്കുന്നു. 13ാമത്തെ ഒരു കാര്യം. 14ാമത്തെ കാര്യം ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് റാഫിളികൾക്ക്, പിന്നെ ഷീ വിഭാഗത്തിലെ തീവ്രക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള റദ്ദുണ്ട് ഇതിൽ. കാരണം അവർ ഈ ആയത്തിനെ പാരായണം ചെയ്യുമ്പോൾ ഇവിടെ കാലിന്റെ കാര്യം പറയുന്നിടത്ത് അവർ പറയുന്നത് കാല് തടവിയാൽ മതി. കാരണം ബിർഊസിഹിം എന്നുള്ളതിന് ചേർത്തി ജറ് ഇട്ടുകൊണ്ട് അർജുലി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തടവിയാ മതി എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അധിക പണ്ഡിതന്മാരും അർജുല നസ്ബ് ഇട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കാല് കഴുകുകയാണ് വേണ്ടത് എന്നുള്ള റാഫിളുകളുടെ തടവുക എന്നുള്ള വാദത്തിനുള്ള റദ്ദ് ഈ ആയത്തിലുണ്ട് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാൻ. അതുപോലെ തന്നെ ഈ ആയത്തിൽ 15ാമത്തെ ഒരു കാര്യമായി പറയുകയാണ്, സോക്സിന്മേലോ അല്ലെങ്കിൽ കാലിൽ ധരിക്കുന്ന എന്തിന്റെ മേലോ തടവുക എന്നുള്ളത്, അതിനുള്ള തെളിവ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ 16ാമത്തേത് ഉദൂഇന് തർത്തീബ് ഉണ്ടായിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അവയവം കഴിഞ്ഞ് ഇന്ന അവയവം എന്നുള്ളത് ഓർഡറിലാണ് പറഞ്ഞിട്ടുള്ളത്.
ഇനി തർത്തീബ് എന്നുള്ളത് ഈ പറഞ്ഞ അവയവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വേണ്ടത്. ഉദാഹരണം ആദ്യം മുഖം കഴുകുക, പിന്നെ കൈ കഴുകുക, അങ്ങനെയാണ് വേണ്ടത്. അല്ല, അതാണ് നിർബന്ധമായിട്ടുള്ളത്. ഇപ്പൊ മുഖം കഴുകുന്നതിൽ മുഖത്ത് കഴുകുന്നതിന് മുമ്പ് വായ കൊപ്പിളിക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്യാം. അങ്ങനെ അതിന്റെ അകത്തുള്ളതിലല്ല ആ തർത്തീബ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ആ അവയവങ്ങളുടെ വിഷയത്തിലാണ് തർത്തീബ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 18ാമത്തെ ഒരു കാര്യമായിട്ട് ഓരോ നിസ്കാരത്തിനും വുളൂഇനെ പുതുക്കുക എന്നുള്ളത് കൂടി ഈ ആയത്തിന് ലഭിക്കുന്നുണ്ട്. കാരണം നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ വുളു എടുക്കുക എന്നുള്ളത് കൊണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള വിഷയം 19ാമത്തെ ഒരു ഫായിദയായിട്ട് ജനാബത്തിൽ നിന്ന് കുളിച്ച് ശുദ്ധിയാകണം എന്നുള്ളതുള്ള കൽപ്പന ഈ ആയത്തിലുണ്ട്. അതുപോലെ തന്നെ ശരീരം മുഴുവൻ ശുദ്ധിയാക്കണം, കഴുകണം എന്നുള്ളത് ഈ ആയത്തിന് ലഭിക്കുന്നുണ്ട്. 21ാമത്തെ ആയത്തിൽ മുടിയുടെ 21ാമത്തെ ഫായിദയായിട്ട് തലയുടെ മുടിയെല്ലാം അകവും പുറവുമെല്ലാം ശരിക്ക് കഴുകണം എന്നുള്ളത് ഈ ആയത്തിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ വലിയ അശുദ്ധിയുടെ അകത്ത് തന്നെ ചെറിയ അശുദ്ധിയും ഉണ്ട്. അഥവാ വലിയ അശുദ്ധിയിൽ നിന്ന് ഒരാൾ ശുദ്ധിയാകുമ്പോൾ നിയത്ത് ചെറിയ അശുദ്ധിയിൽ കൂടി ശുദ്ധിയാകാനുള്ള നിയത്ത് വെക്കുകയാണെങ്കിൽ അത് രണ്ടിൽ നിന്നും അവൻ ശുദ്ധിയായി തീരും എന്നുള്ളത് ഈ ആയത്തിന് മനസ്സിലാക്കാം. 23ാമത്തെ ഒരു ഫായിദയായിട്ട് ഒരാൾ ജനാബത്തുകാരനാവണമെങ്കിൽ അവൻ ഉറക്കത്തിലാവട്ടെ അല്ലാത്തയാവട്ടെ അവൻ ജിമായിൽ ഏർപ്പെട്ടുകൊണ്ടാവട്ടെ മനീ പുറപ്പെടുമ്പോഴാണ് അവനാകുന്നത് എന്നുള്ളത്. 24ാമത്തെ ഒരു ഫായിദയായിട്ട് ഈ ആയത്തിൽ നിന്ന് പറയുന്നത് ഒരാൾക്ക് സ്വപ്നം കണ്ടു ആ നിലക്ക്, പക്ഷേ സ്ഖലനം സംഭവിച്ച ഒരു അടയാളവും ഇല്ല എങ്കിൽ അവന്റെ മേലെ കുളി നിർബന്ധമാകുന്നില്ല. കാരണം അവൻ ജനാബത്തുകാരനാണെന്ന് ഉറപ്പായിട്ടില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഫായിദയായിട്ട് എണ്ണിയിട്ടുണ്ട്. 25ാമത്തെ ഒരു ഫായിദയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് തയമ്മും. കാരണം വെള്ളമില്ലാത്തൊരവസ്ഥയിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഔദാര്യവും അനുഗ്രഹവുമാണ് തയമ്മും ചെയ്യുക എന്നുള്ളത് പരാമർശിച്ചിട്ടുണ്ട്. 26ാമത്തെ ആയത്തിൽ ഈ 26ാമത്തെ ഫായിദയായിട്ട് ഈ ആയത്തിൽ നിന്ന് രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് വെള്ളമുണ്ടെങ്കിലും അവന്റെ രോഗത്തിന് വെള്ളം ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ തയമ്മം നമ്മൾ മുമ്പ് പറഞ്ഞു, 2 ദിവസം മുമ്പ് തയമ്മുമിന്റെ ആയത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രോഗിയാണെങ്കിൽ അവന് വെള്ളം സാധാരണ തയമ്മും ചെയ്യണമെങ്കിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയിലേ പറ്റുള്ളൂ. രോഗിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഉപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് എങ്കിൽ വെള്ളമുണ്ടെങ്കിലും അവന് തയമ്മും അനുവദനീയമാണ്. 27ാമത്തെ ഒരു ഫായിദയായിട്ട് പറയുന്നത് യാത്രക്കാരൻ അതുപോലെ തന്നെ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള അശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം ലഭിക്കുന്നില്ല എങ്കിൽ തയമ്മും ചെയ്യൽ അനുവദനീയമാണ് എന്നുള്ളത്. അതുപോലെ 28ാമത്തെ ഒരു കാര്യം പറയുന്നത് 2 മുൻദ്വാരത്തിലെയും പിൻദ്വാരത്തിലൂടെയും മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താൽ വുദു മുറിയും എന്നുള്ളത് ഇതിൽ നിന്നുള്ള ഫായിദയാണ്. 29ാമത്തേത് ഇമാം സഅദി റഹിമഹുള്ളാഹുവിന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം പറയുന്നത് ഈ 2 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും വുദു മുറിക്കുകയില്ല. ഒരാൾ ഗുഹ്യസ്ഥാനം കൈകൊണ്ട് സ്പർശിച്ചാലും വുദു മുറിയുകയില്ല, മൂത്രിച്ചാലോ കാഷ്ടിച്ചാലോ അല്ലെങ്കിൽ ഈ 2 മാർഗത്തിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടാലാണ് വുദു മുറിയുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 30ാമത്തെ ഒരു ഫായിദയായിട്ട് പറയുന്നത് റായിസ് എന്നുള്ള പദം, അത് കാഷ്ടിക്ക എന്നല്ല അതിന്റെ ശരിക്കും അറബിയിൽ അർത്ഥം. അതൊരു പക്ഷേ ഒരു കർട്ടൻ മറ എന്നുള്ള നിലക്കാണ് അത് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തെ അറിയിക്കാൻ വേണ്ടി മറ്റൊരു പദം ഉപയോഗിച്ച് അറിയിക്കാം എന്ന് ഈ ആയത്തിന്റെ ഫായിദയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. 31ാമത്തെ ഫായിദയായിട്ട് പറയുന്നത് ഭാര്യയെ ശഹ്വത്തോടുകൂടി ആസ്വദിക്കുക എന്ന നിലക്ക് സ്പർശിച്ചു കഴിഞ്ഞാൽ അത് വുദു മുറിയും എന്ന നിലക്ക് ഇതിൽ നിന്ന് ഫായിദയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ 32ാമത്തെ ഒരു കാര്യമായി പറയുന്നത് തയമ്മുമിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. 33ാമത്തെ ഒരു ഫായിദ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് വെള്ളമുണ്ട് എങ്കിൽ അവൻ തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ അത് ശരിയാവുകയില്ല. കാരണം വെള്ളമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ എന്നുള്ളത്, രോഗിയുടെ വിഷയത്തിലല്ല, അല്ലാത്ത വിഷയത്തിൽ. 34ാമത്തെ വിഷയം പറയുന്നത് വെള്ളം അവൻ അന്വേഷിച്ചിരിക്കണം. കാരണം ലം യജിദ് എന്നുള്ള പദം ഉപയോഗിക്കണമെങ്കിൽ അന്വേഷിച്ച് കിട്ടാതിരിക്കുമ്പോഴാണ് ആ പദം ഉപയോഗിക്കുകയുള്ളൂ. ഒരാൾ വെള്ളമൊന്നും അന്വേഷിക്കണമെന്നില്ല, ഉണ്ടോ ഇല്ലേന്നും തേടുന്നില്ല, അവൻ പെട്ടെന്ന് അവിടെ ഒന്നും വെള്ളമില്ല, അപ്പൊ പെട്ടെന്ന് അവൻ എന്ത് ചെയ്യുക, തയമ്മും ചെയ്യുക, അങ്ങനെ പറ്റില്ല. ഏത് യാത്രയിലാണെങ്കിൽ ഏത് സമയത്താണെങ്കിൽ വെള്ളം കിട്ടാൻ വഴിയുണ്ടോ എന്നവൻ അന്വേഷിക്കണം. എന്നിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിലാണ് തയമ്മും ചെയ്യേണ്ടത്. ഇനി ഒരാൾക്ക് കുറച്ച് 35ാമത്തെ കാര്യം പറയുന്നത് ഒരാൾക്ക് കുറച്ച് വെള്ളമുണ്ട്, വുളു എടുക്കാൻ ശരീരം എല്ലാ അവയവത്തിനുള്ള വെള്ളമല്ല എങ്കിൽ ആ കുറച്ച് വെള്ളം കൊണ്ട് വുളു എടുക്കുകയും പിന്നെ തയമ്മും ചെയ്യുകയാണ് വേണ്ടത് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇമാം സഅദി റഹിമഹുല്ലാഹ്
പറയുന്നു. ഇനി 36ാമത്തെ ഒരു ഫായിദയായിട്ട് പറയുന്നത് വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ വേറെ എന്തെങ്കിലും താഹിറായ ഒരു കാര്യം കൂടിക്കലർന്ന വെള്ളമാണ് ആ സമയത്ത് ലഭിക്കുന്നത് എങ്കിലും അതുകൊണ്ട് ഉപയോഗിക്കാം എന്നുള്ള നിലക്ക് പറയുന്നുണ്ട്. 37ാമത്തെ ഒരു ഫായിദയായിട്ട് പറയുന്നത് തയമ്മുമിന് നിയ്യത്തുണ്ടായിരിക്കണം. കാരണം തയമ്മമു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തയമ്മും ചെയ്യുകയാണെന്നുള്ള നിയ്യത്ത് വെക്കണം എന്നുള്ളതാണ്. ഇനി 38ാമത്തെ കാര്യമായി പറയുന്നത് മണ്ണുള്ള ഭൂമിയുടെ പ്രതലത്തിലാണ് അടിച്ചുകൊണ്ടാണ് തയമ്മും ചെയ്യേണ്ടത്. അപ്പോൾ പൊടിപടലമുള്ള ഭൂമിയുടെ അംശമുള്ള ഏതൊരു സ്ഥലത്ത് വെച്ചുകൊണ്ടും തയമ്മും ചെയ്യാവുന്നതാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ല പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് തയമ്മും ചെയ്യുമ്പോൾ ആ മണ്ണിൽ നജിസ് ഉണ്ടാകാൻ പാടില്ല, ശുദ്ധിയുള്ള മണ്ണുകൊണ്ടാണ് ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് ഈ ആയത്തിൽ ലഭിക്കുന്ന ഫായിദയാണ്. 40ാമത്തെ കാര്യം പറയുന്നത് തയമ്മുവിന്റെ രൂപം മുഖവും 2 കൈകളും മാത്രം തടവിയാൽ മതി, ബാക്കിയുള്ള അവയവങ്ങൾ അതിന് ബാധകമല്ല എന്നുള്ളത്. അതുപോലെ 41ാമത്തെ ആയിട്ട് പറയുന്നത് ബി വുജൂഹിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മുഖം മൊത്തം തടവണം. തയമ്മുവിന്റെ സമയത്ത് നമ്മൾ രൂപം നില പറഞ്ഞു, അത് അടിച്ചിട്ട് മുഖം മൊത്തം തടവേണ്ടതുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. അടുത്തത് പറയുന്നത് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്ന അഭിപ്രായം നമ്മൾ പറഞ്ഞു, തയമ്മുവിന്റെ വിഷയത്തിൽ കൈപ്പത്തി മാത്രം തടയാൻ മതി, മുട്ടുൾപ്പെടെ തടവണം എന്നുള്ളതുണ്ട്. അദ്ദേഹം ഇതിൽ മുട്ടുൾപ്പെടെ തടവണം എന്നാണ് പറയുന്നത്. അധിക പണ്ഡിതന്മാരും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒന്നൊരു വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത് കൈപ്പത്തി തടവിയാൽ മതി എന്നാണ്. അല്ലാഹു അഅലം. പിന്നെ ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ഫായിദയായി പറയുന്നത് വലിയ അശുദ്ധിയാവട്ടെ ചെറിയ അശുദ്ധിയാവട്ടെ ഈ 2 എണ്ണത്തിനും തയമ്മും പറ്റും എന്നുള്ളത് ഇതിൽ ലഭിക്കുന്ന ഫായിദയാണ്. 44ാമതായിട്ട് പറയുന്നത് വലിയ അശുദ്ധിയാവട്ടെ ചെറിയ അശുദ്ധിയാവട്ടെ മുഖവും കൈകളും തടവിയാൽ തന്നെ ആ 2ൽ നിന്നും ശുദ്ധിയാകാൻ അത് മതിയായതാണ് എന്നുള്ളത്. അപ്പൊ ഈ 2 അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനുള്ള ഉദ്ദേശത്തിൽ ഒരു തയമ്മും ചെയ്താൽ ആ തയമ്മും ശരിയാകും എന്നുള്ളത് മറ്റൊരു ഫായിദയായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ കൈകളും മുഖവും തടവിയാൽ മതിയാകും. അത് എന്തുകൊണ്ട് തടവിയാലും അതായത് മണ്ണിന്റെ അംശം കൊണ്ട്, അത് കൈകൊണ്ട് മാത്രമല്ല അല്ലാത്ത എന്ത് കാര്യം കൊണ്ടും കൈയും മുഖവും തടവിയാലും അവിടെ തയമ്മും ശരിയാകും എന്നും ഈ ആയത്തിന്റെ ഫായിദയായിട്ട് പറയുന്നു. 47ാമത്തെ ഒരു കാര്യം പറയുന്നത് തർത്തീബ് ഉണ്ടായിരിക്കണം തയമ്മുമിന്റെ വിഷയത്തിലും. കാരണം ഇതിൽ അല്ലാഹു തആല ആദ്യം മുഖം പറഞ്ഞു, പിന്നെ കൈകൾ പറഞ്ഞു, അതുകൊണ്ട് തർത്തീബ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹദീസുകളിൽ ആദ്യം കൈ തടവിയതായിട്ടും വന്നിട്ടുണ്ട്. 48ാമത്തെ ഫായിദയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് നമ്മുടെ ശർഅ് അത് വളരെയധികം എളുപ്പമുള്ളതാണ്. ഒരിക്കലും ഒരാൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളമില്ല എങ്കിലും പിന്നെ മണ്ണുകൊണ്ട് തയമ്മും ചെയ്യാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. 49ാമത്തേത് പറയുന്നത് വെള്ളം കൊണ്ട് ശുദ്ധിയാകുന്നുണ്ട്, അതുപോലെ മണ്ണ് കൊണ്ട് ശുദ്ധിയാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാകുമ്പോഴാണ് ശരിക്ക് വൃത്തിയാകുന്നത്. മണ്ണുകൊണ്ട് വെറുതെ തയമ്മും ചെയ്യുമ്പോൾ ശുദ്ധിയാവുന്നില്ല. അപ്പൊ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഅനവിയായിട്ട് ദീനിൽ വലിയ ശുദ്ധിയിൽ നിന്ന് ചെറിയ ശുദ്ധിയാകാൻ തയമ്മും കൊണ്ടും മതിയാകും. അത് മനുഷ്യൻ അല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്ന പോലെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, തയമ്മും കൊണ്ടും ശുദ്ധിയാകും എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇബ്നു സഅദി റഹിമഹുല്ലാഹ് പറയുന്ന മറ്റൊരു കാര്യം, വെള്ളം കൊണ്ടും മണ്ണ് കൊണ്ടും ബാഹ്യമായി ശുദ്ധിയാകുന്നത് പോലെ ബാത്തിനായിട്ട് ഒരാളുടെ ആന്തരികം ശുദ്ധിയാകുന്നത് തൗഹീദ് കൊണ്ടും തൗബയും കൊണ്ടുമാണ്. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുന്നത് വഴിയും അതുപോലെ തൗഹീദ് കൊണ്ടുമാണ് ഒരാളുടെ ഉള്ളു ശുദ്ധിയാകുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ 51ാമത്തെ കാര്യമായിട്ട് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ശർഇൽ ദീനി നിയമങ്ങളിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാം നന്ദി കാണിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ആയത്ത് അവസാനിപ്പിച്ച എന്താ, ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ദീനി നിയമത്തിലും നമുക്ക് ഉപകാരമുള്ള ധാരാളം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് അത് അള്ളാഹു നൽകിയ നിഅമത്താണ്, അതിന് നന്ദി കാണിക്കുകയും വേണം എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ ധാരാളം അഹ്കാമുകൾ ഉൾക്കൊള്ളുന്ന ഒരായത്താണ്. ഓരോന്നിന്റെയും വിഷയത്തിൽ ധാരാളം ചർച്ചകളും പഠനങ്ങളും ഫിഖ്ഹിന്റെ ബാബിൽ നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ വുദു എന്നുള്ളതിന്റെ രൂപം, അതിന്റെ അർക്കാനുകൾ, നിർബന്ധമായിട്ടും കഴുകേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരായത്താണ് സൂറത്തുൽ മാഇദയിലെ 6ാമത്തെ ആയത്ത്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.